ഉറപ്പായിട്ടും തുടർഭരണം ഉണ്ടാവും. അപ്പൊ 2026 കേരളം ആര് ഭരിക്കുന്നതാണ്? ഒരു ഭരണമാറ്റം ഉണ്ടാവും. അപ്പൊ ആരായിരിക്കും ഭരിക്കണമെന്ന്, ആര് ഭരണം വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അതിനിപ്പോ നിശ്ചയിച്ചിട്ടില്ലല്ലോ. അതൊരു തുടർ ഭരണം ഉണ്ടാവണമെന്നാണ്. എങ്ങനെയാണ്? ഒരു തുടർ ഭരണം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു മാറ്റം ഉണ്ടാവും. ഭരണമാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും. ആരായിരിക്കും? ആരായിരിക്കും? രണ്ട് പാർട്ടിയല്ലേ ഉള്ളൂ, UDF LDF. UDF വരാനേ അതായിരിക്കും. ഇടതുപക്ഷം ഭരിക്കും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അവരുടെ ഭരണ നേട്ടം തന്നെ. ഒരു തുടർ ഭരണത്തിൽ ചേട്ടൻ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും തുടർഭരണം ഉണ്ടാവും. ഭരണത്തെ കുറിച്ച് എങ്ങനെയാണ്? ഭരണത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന നല്ല അഭിപ്രായമാണ്, പൊതുവേ നല്ല അഭിപ്രായമാണ്. 2026 കേരളം ആര് ഭരിക്കും? LDF. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അവർക്കാണ് മെജോറിറ്റി വരാൻ സാധ്യത അവർക്കാണ്. അപ്പൊ ഒരു തുടർ ഭരണം തന്നെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. പ്രതിപക്ഷമില്ല, അത് ശിഥിലമായി. അവരെ തമ്മിലടിയാണ്. അതുകൊണ്ട് ഒരു യോജിപ്പില്ല, കെട്ടുറപ്പില്ല. പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ ജയിച്ചേനെ, ജയിക്കുമായിരുന്നു. ഈ കോൺഗ്രസ് എന്ന് പറയുന്നവർ നേരെ നിന്നിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അത് തമ്മിലടിയാണ്. അവർക്ക് അധികാരമോഹവും പൈസയ്ക്കുള്ള താല്പര്യങ്ങളും ഇതാണ്. അതുകൊണ്ടാണ് ഈ കുഴപ്പം വരുന്നത്. ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ജയിച്ചേനെ. ഇപ്പം കോൺഗ്രസ് വരാനുള്ള സാധ്യത. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിൻ്റെ ഈ ഭരണവും അവരുടെ കെട്ടുകാര്യസ്ഥയൊക്കെ നോക്കുമ്പോഴത്തേക്കും സാധ്യത UDF-നാണ്. കേരളം ഇപ്പോൾ ഭരിക്കുന്നവർ തന്നെ ഭരിക്കും. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അത് ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവർ തന്നെ ഭരിക്കുന്നു. തുടർ ഭരണം വേണമെന്ന് തന്നെയാണ് ആഗ്രഹം. അത് തന്നെയാണ് ആഗ്രഹം. 100% അത് തന്നെ വേണമെന്ന് തന്നെ.